എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഒന്ന് പെരുന്നാളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ അതേ വീട്ടിൽ വന്നിട്ട് അപ്പോൾ നാത്തൂനും കടയിൽ എവിടെ പോയിട്ട് എൻ്റെ പുറകെ ഉണ്ടായിരുന്നേ. പിള്ളേർ അവിടെ നിന്ന് അതിൻ്റെ പകുതിക്ക് വെച്ച് ഇറങ്ങി, അവർ ഓടിയും കൂടി പോന്നിട്ട് രണ്ടുപേരും കൂടി. അപ്പോൾ അവർ ഉമ്മച്ചീനെ പിള്ളേരെ കാണട്ടെ എന്നും പറഞ്ഞിട്ട് അവർ ആദ്യം തന്നെ വന്നു കൂടി പൈസ ഇറങ്ങിപ്പോകും. അതാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നത്. ബാഗും കെട്ടൊക്കെയായിട്ടാണ് വന്നേക്കുന്നത്. 2-3 ദിവസമൊക്കെ നിന്നിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച്. കാരണം വന്ന് നിൽക്കാറില്ല, വന്നിട്ട് അപ്പം തന്നെ പോകുന്നല്ലാണ്ട് നിൽക്കൽ കുറവാണല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ അല്ലേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് ഉമ്മച്ചീനെ കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ കൊടുത്ത് കയറി. അപ്പോൾ അവർ കളിയാക്കണ്ടേ, മതി മതി ഷോ മതി നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാ. പിന്നെ അതേ കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ കിടന്നുറങ്ങി. പിന്നെ അതേ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഉമ്മച്ചി ഇവിടെ അതേ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പുട്ടും മുട്ടക്കറി എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മുട്ടക്കറി അല്ലായിരുന്നല്ല, കടലക്കറി ആയിരുന്നു കേട്ടോ. അതൊക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ വൈകി എണീച്ച്, സ്വന്തം വീട്ടിൽ വരുമ്പോൾ നമ്മൾ വൈകിയല്ലേ എണീക്കുള്ളൂ. വാപ്പച്ചിയെ പുറത്തൊക്കെ പോയി വന്ന് ഇവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വാപ്പയെ നിൽപ്പുണ്ട് ഓരോന്നൊക്കെ പറയണ്ടായി. പിന്നെന്താണ്, പിന്നെ ചായ തിളപ്പിച്ച് ഒരു ഗ്ലാസ് ചായ വാപ്പച്ചിക്കും കൊടുത്ത് ഞാനും കുടിച്ചിട്ടാ. കാലത്ത് ഇവിടെ കട്ടൻ ചായയാണ് സ്ഥിരമായിട്ട് ഉണ്ടാക്കുക, പക്ഷേ എനിക്ക് പാൽ ചായ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാൽ ചായ ഉണ്ടാക്കിയപ്പോൾ വാപ്പച്ചിയും കൊടുത്ത്. അപ്പോൾ ഉമ്മച്ചിയുടെ കടലക്കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ വീട്ടിലാണെങ്കിൽ നമ്മൾ ചെയ്യണമല്ലോ, ഇവിടെ അപ്പോൾ ഉമ്മച്ചി ചെയ്യും, നമ്മൾ തിന്നാൽ മതി. അപ്പോൾ ഞാനും ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് വർത്താനമൊക്കെ കുറേ നേരം പറഞ്ഞിട്ടാ. പിന്നെന്താണ് വിശേഷങ്ങളെന്നൊക്കെ പറയാൻ, പിന്നെ നാത്തൂന് വന്ന് അപ്പോൾ അവളൊക്കെ ഇരുന്ന് അവളും ചായയൊക്കെ കുടിച്ച്. ഇവിടെ വരുമ്പോഴേണ്ട ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഇരുന്ന് ചായ കുടിക്കുന്നത്. അവിടെ ആകുമ്പോൾ പിള്ളേർ എഴുന്നേറ്റിട്ടുണ്ടാവില്ല, ഇക്കാക്ക് എഴുന്നേറ്റിട്ടുണ്ടാവില്ല. ഞാൻ എഴുന്നേറ്റ് ചായ കുടിച്ച് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അവർ പിന്നെ എഴുന്നേറ്റിട്ടുള്ളൂ. അപ്പോൾ പുട്ടും ഒക്കെ റെഡിയായി. പിന്നെ ചായ കുടിച്ച് പിള്ളേർ അവിടെ ഓടി കളിച്ചൊക്കെ നടക്കണ്ടായിരുന്നു. അവർക്ക് ഇവിടെ വരുമ്പോഴുള്ള കുറച്ച് സ്പേസ് കളിക്കാനൊക്കെ. അവിടെ ആകുമ്പോൾ ഈ പറഞ്ഞോണം അധികം സ്ഥലമൊന്നുമില്ല കളിക്കാൻ. രാവിലെ അലക്കൊക്കെ കഴിഞ്ഞ് തുണികളൊക്കെ വിരിച്ചിട്ട് അങ്ങനെ തൊട്ട് ഫ്രണ്ടിൽ തോടായതുകൊണ്ട് എനിക്ക് പേടിയാണ്. നിങ്ങൾ ഇവിടേക്ക് വന്ന് നിന്നിട്ടാണ് കളിക്കേണ്ടത് പിടിക്കുന്നത്. അതേ വൈകിയാണ് എഴുന്നേറ്റ് പല്ല് കേൾക്കണുള്ളൂ കേട്ടോ. പിന്നെ അതേ നമ്മുടെ ഇതിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുളക് നിറയെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. മാങ്ങ, ചീരയൊക്കെ നമ്മൾ തണ്ട് നട്ടിട്ട് പിന്നെ അതുമേന്ന് കുറേ പ്രാവശ്യം എടുത്തിട്ട് വീണ്ടും ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ഇവിടെയൊക്കെ കുറേ പച്ചമുളകും ഒക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഉണ്ടമുളക് ഉണ്ട് അതിൻ്റെ ഇടയിൽ, അത് ഞാൻ കാണിക്കാൻ വിട്ടു ഇതാണേ. പിന്നെ അത് കഴിഞ്ഞത് എല്ലാവരും വന്ന് പിന്നെ ചായ കുടിക്കാനിരുന്ന് ചായയൊക്കെ കുടിച്ച്. പിള്ളേർ ഓരോരുത്തരും ഓരോ നേരത്താണ് മക്കൾ എഴുന്നേറ്റ് വരുന്നത് കേട്ടോ. ഓരോരുത്തർ പല പല സമയത്താണ് വന്നത്, അതുകൊണ്ടാണ് പല പല നേരങ്ങളിൽ ചായ കുടിച്ചത് കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് കുടിച്ചത്. പിന്നെ അതേ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിറയെ ചാമ്പക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് അരിഞ്ഞുണക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നന്നാക്കി മാറ്റി വെച്ച് ഉച്ചക്ക് നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറ് വെക്കാനുള്ള പരിപാടി അതൊക്കെ ചെയ്ത് അങ്ങനെ നെയ്ച്ചോറും വെച്ച്. ഫുള്ളും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, നമ്മൾ ഓൾറെഡി പല വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നെയ്ച്ചോറ് വെക്കണ വീഡിയോ ഒക്കെ. പിന്നെ ഉച്ചക്ക് നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ച് റെഡിയായി വന്ന് എല്ലാവരും ചോറൊക്കെ തിന്ന്. പിന്നെ പിള്ളേർ കിടന്നുറക്കമൊന്നുമില്ലല്ലോ ഇവർക്ക്. ഞാൻ പോയി കുറച്ച് നേരം കിടന്നുറങ്ങി. അവരവിടെ ഒക്കെ ഒച്ചപ്പാടും ബഹളമൊക്കെ എടുത്ത് ഓടി കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒളിച്ച് കളിക്കണ നടക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈഹയും പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കൊച്ചുങ്ങൾ പൊടി പിന്നെ നാത്തൂന് അനിയത്തി എല്ലാവരും ഉണ്ട്. വൈകുന്നേരമായപ്പോൾ വീണ്ടും ചായ തിളപ്പിച്ച് പിന്നെ ചായ കുടിച്ച്. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു.